രണ്ട് വിഭാഗത്തിൽ സുന്നിയിലും മുജാഹിദായതിനു ശേഷവും ഞാൻ ബന്ധപ്പെട്ട എൻ്റെ പണ്ഡിതന്മാർ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉസ്താദുമാർ രണ്ട് വിഭാഗത്തിൽ അവരോടൊക്കെ അടുത്ത് പെരുമാറാൻ എനിക്ക് സാധിച്ചു. സാധാരണ ഈ പ്രായം കൊണ്ട് അതിരുകൾ വെക്കാറുണ്ട്, ബന്ധങ്ങൾ അങ്ങനെ ഉണ്ടാകാറ്. പക്ഷേ എനിക്കത് ബാധകമില്ല. ഞാൻ EK അബൂബക്കർ മുസ്ലിയാരുടെയും അതേപോലെ KK അബൂബക്കർ അസരത്ത് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ടായി. സാധാരണ നിങ്ങൾ ചരിത്രത്തിൽ ഓർക്കുണ്ടാവും, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഞാൻ ഈ പറഞ്ഞ അബൂബക്കർ അസരത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. ദയൂബന്തി എന്ന് പഠിച്ചു വന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇപ്പോഴത്തെ കാന്തപുരം. എൻ്റെ ശരീക്കാണ് കാന്തപുരം. ഞങ്ങൾ ഒരേ കാലഘട്ടത്തിൽ താന്നൂർ പഠിച്ചതാണ്, ഒരേ ഉസ്താദിൻ്റെ കീഴിൽ. ആ ഒരു കാലഘട്ടം അബൂബക്കർ അസ്റത്ത് എന്ന് പറയുന്നത് കുറച്ച് നല്ല കാഴ്ചപ്പാടുള്ള ഒരു ഹദീസ് പണ്ഡിതനായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ അവസരത്തിൽ EK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത് അന്ന് ഈ വാദപ്രതിവാദ രംഗത്തും ഗണ്ണന പ്രസംഗ രംഗത്തും നിറഞ്ഞൊരാൾ. അദ്ദേഹം ഒരു വലിയ സത്യത്തിൽ നല്ല ആഴമുള്ള ഒരു പണ്ഡിതനാണ്. പക്ഷെ മറ്റ് പല സ്വഭാവങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം കോഴിക്കോട്ട് വണ്ടി ഇറങ്ങിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകൽ, പൂനൂരിലേക്ക്. ഞാനും അവിടുന്ന് വണ്ടി കയറിയിട്ടാണ് കടലുണ്ടിയിൽ വരുന്നത്. തീവണ്ടിയാണ് അന്ന് യാത്രയുടെ. സത്യത്തിൽ അദ്ദേഹത്തിന് ടിക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ഒരു അനുസരണമുള്ള വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അങ്ങനെ ഈ തീവണ്ടി യാത്രയിൽ വലിയൊരു റെക്കോർഡുണ്ട് എനിക്ക്. തീവണ്ടിയുടെ അടിയിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, റെയിലുമ കൂടെ നടന്നിട്ടുണ്ട്. ഏറെക്കുറെ സ്നേഹിതന്മാർ തമ്മിൽ വാശി പിടിച്ചിട്ട് 9 മൈല്, കോഴിക്കോട് നിന്ന് കടലുണ്ടിക്ക് 9 മൈലാണ്, അത് 15 കിലോമീറ്റർ. അത് റെയിലുമ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്നത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. റെയിൽവേ ലൈൻ അതിലൂടെ അല്ല, റെയിൽ പാളത്തിലൂടെ. അത് ഞങ്ങളിങ്ങനെ വാശിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന പാലങ്ങളുടെ ചോട്ടിൽ, പാലത്തിൻ്റെ മുകൾ പരപ്പെല്ലാം വണ്ടി പോകുമ്പം പാലത്തിൻ്റെ ചോട്ടിലുള്ള അതിൽ താമസിക്കും, അതിൽ കൂടും. അതൊരു ആസ്വാദനം. അതിനെക്കൂടെ വണ്ടി കുതിച്ച് പായുമ്പതിൻ്റെ അടിയിൽ നിൽക്കുക. അപ്പം ജീവിതത്തിൽ അതിൻ്റെ ഒക്കെ ഒരുപാട് സ്വാധീനങ്ങളുണ്ടാവും, ചെറുത്തുനിൽപ്പിൻ്റെ. അപ്പം അങ്ങനെയുള്ള ഒരു കാലത്ത് തീവണ്ടിയുമായി റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരാൾ എന്നുള്ള നിലക്ക് ഈ എൻ്റെ ഉസ്താദ് ടിക്കറ്റ് എടുക്കാൻ ഏൽപ്പിക്കലും ഞങ്ങളെ യാത്രയൊക്കെ കൂടെ. അപ്പം അതിൻ്റെ എല്ലാ വിവരങ്ങളും എനിക്കുണ്ട്. വണ്ടി എപ്പോഴൊക്കെ പോകുന്നുണ്ട്, പാസഞ്ചർ വണ്ടി എപ്പോഴാണ്, മെയിൽ എപ്പോഴാണ്, താന്നൂരിൽ നിൽക്കുന്ന വണ്ടി എവിടെ ഉണ്ടാകുക, കടലുണ്ടിയിൽ നിൽക്കാത്ത വണ്ടി ഏതാണ് ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോരും. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ പിന്നീടുണ്ടായ വലിയൊരു സമ്പത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രായവ്യത്യാസമില്ലാതെ സൗഹൃദം നേടിയെടുക്കുക എന്നുള്ളത് എന്തുകൊണ്ടോ എനിക്കൊരു വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉമർ മൗലവി. എത്ര പ്രായവ്യത്യാസമുണ്ട്, പക്ഷെ ഉമർ മൗലവി ഈ ഭാഗത്ത് എവിടെ വന്നാലും എൻ്റെ വീട്ടിൽ വരും. ഞാനൊക്കെ വളരെ മൂപ്പർക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് അങ്ങോട്ട് വളരെ ബഹുമാനവും ആദരവുമാണ്. വീട്ടിൽ താമസിക്കുന്നു. അന്നൊക്കെ യാഥാസ്ഥ്യ കുടുംബമാണ് എൻ്റെ കുടുംബം. ഇല്ല, അന്ന് ഞാൻ ഈ ഉമർ മൗലവി വന്ന കാലഘട്ടം പിന്നീടാണ് വരുന്നത്. ആദ്യം EKയുടെ പറഞ്ഞതാണ് ഞാൻ തുടങ്ങി വെച്ചത്. പിന്നെ ആ EKൻ്റെ അതുപോലെ അസ്റത്തിൻ്റെ, ആ KK അസ്റത്തിൻ്റെ ഞങ്ങൾ ചരിത്രത്തിൽ ഓർക്കേണ്ടത്, അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ, ദയൂബന്തി പണ്ഡിതനാണ്, ഹദീസുകൾ അറിയുന്ന ഒരാളാണ്. അദ്ദേഹവും AP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. ഈ ദയൂബന്തി പണ്ഡിതൻ അസ്റത്തിൻ്റെ ശിഷ്യനാണ്. ഇവർ തമ്മിലാണ് അരീക്കാട് പള്ളിയുമായുള്ള ഒരു ഫണ്ടിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. അരീക്കാട്
അതാണ് ഈ വഴിത്തിരിവിന് കാരണം. സമസ്ത രണ്ടായി പിളരുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ആ വേരുകളിൽ വന്ന ഒരു ചീച്ചിലാണ്. സത്യത്തിൽ ആ ഗുരുനാഥൻ്റെ ഒരു നമ്മൾ സാധാരണ ഉപയോഗത്തിൽ കുരുത്തക്കേട് എന്ന് പറയാറുണ്ട്. അത് തന്നെയാണ് കാന്തപുരത്തിന് പിന്നീട് കാണാൻ കഴിയും. ആ ഫണ്ടിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ അതേതായാലും പോട്ടെ. അതിൽ എനിക്ക് ഇതിൽ ഈ അസ്രത്ത് എൻ്റെ ഗുരുനാഥനാണ്, കാന്തപുരം എൻ്റെ ശരീക്കാണ്. അത് ഒരു പിന്നീട് അതിൻ്റെ വഴിത്തിരിവുണ്ടാകുന്നത് താനൂർ പഠിക്കുന്ന കാലം. ആ പഠിക്കുന്ന കാലത്ത് ഈ പത്രം വായിക്കുക, ആധുനികമായ കാര്യങ്ങളോടുള്ള താല്പര്യം, അറിയാനുള്ള താല്പര്യം വെക്കുക, വായന, പൊതുവായി പരന്ന വായന. എൻ്റെ ഭാര്യയൊക്കെ എന്നോട് പറയും, ആദ്യകാലം ഞാൻ വായിച്ചു കൊണ്ടല്ലാതെ ഉറങ്ങാറില്ല. അങ്ങനെ പുസ്തകങ്ങൾ, ധാരാളം പുസ്തകങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, അന്ന് ഉള്ള ഗണ്ഡശ പ്രസിദ്ധീകരിക്കുന്ന ഇതുണ്ട്. മനോരമയിലെ കഥകളും വായിക്കും, ചന്ദ്രികയിലെ തുടർലേഖനങ്ങളും വായിക്കും, പത്രങ്ങളും ഒക്കെ വായിക്കും, എല്ലാം. അങ്ങനെ പരന്ന വായന ഉണ്ടായിരുന്നു. ആ വായനയാണ് യഥാർത്ഥത്തിൽ എൻ്റെ വളർച്ചയിൽ വലിയ ഒരു പങ്ക് വഹിച്ചത്. ഒരു പുസ്തകപ്പുഴു ആയിരുന്നില്ല. എല്ലാം അതിന് നോക്കിയാൽ എൻ്റെ ഒരു ഡയറി ഉണ്ട്, വളരെ പഴക്കമുള്ള. അന്ന് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് നാട് വിട്ടുപോയിട്ടുണ്ട്. അന്നൊരു ഫാഷനായിരുന്നു ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്ന കുട്ടികളൊക്കെ എപ്പോഴും ഇടയ്ക്ക് നാട് വിട്ടു. എത്ര പ്രായം വരും അത്? പിന്നെ ഒരു LP സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉണ്ടാവും. പോയി എവിടുന്നെങ്കിലും വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരും, എന്നിട്ട് അവിടുന്ന് ആരെങ്കിലും കണ്ടെത്തും, ഇങ്ങോട്ട് പിന്നെ ഒന്ന് പോകും. അതൊരു പൊതു സ്വഭാവമായിരുന്നു അവിടെയൊക്കെ. അങ്ങനെ ഒരിക്കൽ പോയി, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി. അറിയാതെ ഇത് എവിടുക്കാൻ പോണതെന്ന് തന്നെ അറിയില്ല. അവസാനം വണ്ടി പോണത് വരെ പോകാമെന്ന് വെച്ചു. ടിക്കറ്റ് എടുക്കാതെ തന്നെ കയറുക. അന്ന് ടിക്കറ്റ് എടുത്തിട്ടൊന്നും അല്ല പോവുക, അത് സാധാരണ സമ്പ്രദായമാണ്. എവിടുന്നാണോ പേടിക്കണത് TTR കാണുക, അവിടെ ഇറക്കും. അത്രയേ ഉള്ളൂ, അതിനേക്കാൾ വലിയ ശിക്ഷ ഒന്നുമില്ല. അപ്പം ഈ പോണവനക്കാണെങ്കിലോ അവിടുന്ന് വേറൊരു വണ്ടി കയറിയാൽ കുറേ കൂടി ദൂരെ പോകും. അങ്ങനെ പോയി ജീവിതത്തിൽ ഒരു പരിചയമില്ലാത്ത കൊച്ചിൻ ഹാർബർ ടെർമിനസ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ കൊച്ചിയിലെത്തിയെന്ന് അന്നേരമാണ് അറിയുന്നത്. അത്രയും ദൂരെയാണ്. അന്നത്തെ ആ വണ്ടി അവിടെ മട്ടാഞ്ചേരി ഹാൾട്ടിൽ നിൽക്കുന്നൊരു വണ്ടിയാണ്. അന്ന് അപ്പുറത്തേക്ക് വണ്ടി പോകുന്നില്ല, അതുവരെയാണ്. ഈ വണ്ടിയിൽ ഞങ്ങൾ നാട് വിട്ടു പോയ അനുഭവങ്ങൾ. അപ്പം ഞാൻ ഓരോ സ്റ്റേഷനിലെത്തുമ്പോഴും ആ സ്റ്റേഷൻ്റെ പേര് അവിടെ കാണാൻ കഴിഞ്ഞ എന്തെങ്കിലും എന്നെ ആകർഷിച്ച ഒരു സംഭവം, അത് ഇവിടുന്ന് കൊച്ചിൻ ഹാർബർ ടെർമിനസ് വരെയുള്ള ഓരോ നാട്ടിലും ആ നാട്ടിൻ്റെ പ്രത്യേകത ഒരു പക്ഷെ ആർക്കും പ്രത്യേകതയായി തോന്നാത്തതായിരിക്കും, എന്നാലും അതിനെക്കുറിച്ച് ഞാൻ അവിടെ എഴുതും. ഇതെനിക്ക് വലിയൊരു യാത്രയിൽ സ്വീകരിച്ച അതിൻ്റെ വലിയ ഡയറി കുറിപ്പുകളാണ്. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായത്. മറ്റൊരു കാര്യം ഞാൻ ചെയ്തിരുന്നത്, പത്രം വായിച്ചാൽ എവിടെ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നോ അത് ഞാൻ എഴുതി വെക്കും. അതായത് നാട്ടിൽ സ്വാതന്ത്ര്യം നേടുന്ന നാട് അന്ന് ഏറ്റവും കൂടുതൽ അതാണ്. അത് അടിമത്തത്തിലുണ്ടായിരുന്നു. ഓരോ നാടും ലോകമഹായുദ്ധത്തിൻ്റെ ശേഷം ബ്രിട്ടൻ്റെ കീഴിലുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് സ്വാതന്ത്ര്യം നേടും. അതിൻ്റെ തലസ്ഥാനം മാറുന്നത്, പ്രധാനമന്ത്രി മാറുന്നത്, പ്രസിഡന്റ് മാറുന്നത്, ഇതൊക്കെ ഒരു വലിയ എൻ്റെ പൊതുവിജ്ഞാനത്തിൽ വലിയ സംഭാവന അർപ്പിച്ച ഒരു ശീലമായിരുന്നു. അപ്പം ആ കാലത്ത് താനൂരിൽ നിന്ന് ഈ സാഹസികതയിൽപ്പെട്ട ഒരു കാര്യമാണ്. താനൂർ ഞാൻ 4 ദിവസം ഞങ്ങൾ ഉസ്താദിൻ്റെ കൂടെ പറവണ്ണയിൽ പോയി, ഒരു പ്രഭാഷണ പരമ്പരയിൽ പോയി. അന്ന് ഈ വഹാബികളെ, മുജാഹിദുകളല്ല, ആർക്കും അറിയില്ല, വഹാബികളെ
കൂക്കാൻ പോയ സെറ്റിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതിന് കാരണം വൈകാരികമായ ഒരു താല്പര്യം ഉണ്ടായില്ല. അത് നമ്മളെ ഉസ്താദുമാരാണ് ഈ ഭാഗത്ത്. മറുഭാഗത്ത് നമുക്ക് പരിചയമില്ലാത്ത പുതിയവാദികൾ, തിരുത്തൽവാദികൾ, ഇസ്ലാം എന്നൊക്കെ പുറത്തു പോയി പിന്നെ വളരെ വഴിപിഴച്ച ആളുകൾ, ബാലുമുല്ലില്ലെന്ന് പറയാം അവർ. അപ്പോൾ അത് ആവേശത്തോടെ ഞങ്ങൾ ഇവരെ കൂടെ പോകും. നടന്നു പോകണം. കനോലി കനാലിൻ്റെ തീരത്ത് കൂടെ 8 കിലോമീറ്റർ പോകണം പറവണയിലെത്താൻ. അത് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് വയൽ തുടങ്ങുക. വയൽ ഇപ്പോഴത്തെ മാതിരില്ല. ഇപ്പം നിങ്ങൾ 10 മിനിറ്റേ സംസാരിക്കാൻ പാടുള്ളൂ, 5 മിനിറ്റേ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതൊന്നുമില്ല. 4 മണിക്കൂറും 10 മിനിറ്റും ഒരു പ്രഭാഷണത്തിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. 4 മണിക്കൂർ തുടർച്ചയായി ഇവരുടെ അടുത്തുള്ള കിണാശ്ശേരിയിൽ വെച്ചിട്ട്. ഞാൻ ഇടയിലൊന്ന് പറയാണ്, 4 മണിക്കൂർ ആരെങ്കിലും ക്ഷമിക്കും? എത്ര നല്ല പ്രാസംഗികനാണെങ്കിലും ആരെങ്കിലും ക്ഷമിക്കുക? എന്നാൽ ഞാൻ എൻ്റെ തൊട്ടടുത്തിൻ്റെ ബൈക്കുണ്ടാവും, ഞാൻ പ്രസംഗിക്കും. 4 മണിക്കൂറും ആളുകൾ, അന്ന് വിഷയമല്ല സംസാരിക്കുക, വഹാബിയും സുന്നിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. എല്ലാ വിഷയങ്ങളും പറയും. അങ്ങനെ പ്രസംഗിച്ച് അപ്പോൾ അന്ന് സെയിൽ ടാക്സ് ഓഫീസറായിരുന്ന എൻ്റെ ഒരു ബന്ധപ്പെട്ട ഒരാളുണ്ട്. മൂപ്പർ മരിച്ചുപോയി. നല്ല ആശയം ഇതുള്ള ആളായിരുന്നു, കിണാശ്ശേരിയിൽ. ആ മൂപ്പർ വന്നിട്ട് എൻ്റെ ചവിട്ട് പറഞ്ഞു നിർത്താൻ. ഓൽക്ക് മടുത്തിട്ടല്ല, അവർ എന്നെ രക്ഷിക്കുകയാണ്. ഞാനന്ന് വീർത്ത് കുളിച്ച് എൻ്റെ ഏത് പ്രസംഗം കഴിഞ്ഞ് ആയാലും പീഞ്ഞാൽ എൻ്റെ ഷർട്ടിൽ നിന്ന് വെള്ളം ഒലിക്കും. അത് സാധാരണ അന്നത്തെ അത് പിന്നെ ആരിഫിൻ അപ്പം AP ഒരിക്കൽ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ വന്നൊരു സംഭവമാണ്. ഞാൻ ഇവരെ കിഴക്ക് വശത്ത് പിന്നെ ഒരു ഹിന്ദു പ്രദേശമുണ്ട്. അവർക്ക് എന്താ തിരുവാലിൻ്റെ തൊട്ടടുത്ത് വേറൊരു സ്ഥലമുണ്ട് ചെറിയ. ഞങ്ങളവിടെ ഒരു അധ്യാപകനുണ്ടായിരുന്നു, ബാലകൃഷ്ണ മാഷ് എന്നുണ്ട്. ബാലകൃഷ്ണ മാഷ് ഒരു ദളപതി ഇതിൻ്റെ ഒക്കെ ആളായിരുന്നു. അയാൾ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, ടീപ്പിൻ്റെ അന്ന് ഞാൻ ഇവിടെ വെച്ചിട്ട് മാനേജറയിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന വിഷയം വെച്ചുകൊണ്ട് മാനേജറിലൊരു പ്രസംഗം ചെയ്ത് നടത്തി. ഇത് ഇയാൾ കേട്ടു. അപ്പം അയാൾ പറഞ്ഞു, TP എപ്പോഴെങ്കിലും ഒന്ന് എൻ്റെ നാട്ടിൽ ഈ ഒരു പ്രസംഗം നടത്തണം പറഞ്ഞു. അപ്പം അവിടെ നിന്ന് മുജാഹിദ് കമ്മിറ്റി ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ വെച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ആരൊക്കെ ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു. ഞാനവിടെ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് നിന്നപ്പം AP വീടിയിട്ട് വളരെ കുറച്ച് ദൂരെ ആ സ്ഥലത്തിനുള്ളൂ. AP ഇത് കേൾക്കാൻ വന്നാണ്. എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് ആയിട്ടില്ല. അന്ന് ഞങ്ങൾ വളരെ സ്നേഹത്തിലാണ്. എന്ന് വന്നിട്ട് എന്നോട് പറഞ്ഞു, ആൾക്ക് ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന പ്രശംസയെ നമ്മൾ വെറുക്കേണ്ട ആവശ്യമില്ല, നമ്മളതിനെ ഒരു അംഗീകാരമായിട്ട് എടുക്കാലോ. തീർച്ചയായിട്ടും. AP പറഞ്ഞു, ഞാൻ നിന്ന നെൽപ്പിൽ മുഴുവൻ കേട്ടിട്ടു. ശരിക്ക് ഈ ഓല മേഞ്ഞ പെരമെന്ന് ചെതില് പിന്നെ ഉഴുതിറങ്ങുന്ന പോലെ താഴത്തേക്ക് വീഴുന്നത് പോലെയാണ് ടീപ്പിൻ്റെ സംസാരം ഞാൻ ശ്രദ്ധിച്ചത്. അതായത് അനിശ്ചിതമായ ആ തുടർച്ച ഉണ്ടല്ല, അവിടെ നിന്ന് കേട്ടു. അപ്പോൾ ഒരു പണ്ഡിതനിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം, അത് വേണ്ടെന്ന് പറയണ്ട, അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. അതിലെനിക്കുണ്ടായ വലിയൊരു മാറ്റം, രണ്ട് വിഭാഗത്തിലുമുള്ള പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർ, ഞാൻ ബന്ധപ്പെട്ട പണ്ഡിതന്മാരൊന്നും എൻ്റെ ശത്രുക്കളല്ല, ഇന്നും ശത്രുക്കളല്ല. ഞങ്ങൾ വ്യക്തിബന്ധങ്ങളിൽ വളരെ അടുത്തവരാണ്. ഇപ്പം യുക്തിവാദി കലാനാഥൻ
എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഞങ്ങൾ രണ്ടും സഹപ്രവർത്തകർ. അവർ രണ്ടു കൂട്ടർ ഇന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ സ്കൂൾ കോമ്പൗണ്ടിൽ എന്നും ആളുണ്ടാവും, എവിടുന്നെങ്കിലുമൊക്കെ വരും. ഇവർ തമാശയിൽ എൻ്റെ സഹപ്രവർത്തകന്മാർ കാണിച്ചു കൊടുക്കും, ഇന്ന പരിചയം ഉണ്ടാവില്ല വിളിക്കാൻ വരുന്നവർക്ക്. ഓല് കലാനാഥനെ കാണിച്ചു കൊടുക്കും. അത് ഇന്നൊന്ന് ശരിയാക്കാൻ വേണ്ടി ഓടിക്കണം. കാരണം കലാനാഥന് നല്ല താടിയുണ്ട്, നല്ല ഒതുക്കത്തിൽ കണ്ടാൽ ശരിക്ക് ഞാൻ കലാനാഥനാണ്. കലാനാഥൻ ഇങ്ങനെയാണ് വേഷത്തിൽ നോക്കും. അപ്പൊ ഇവര് വിട്ടു. അപ്പൊ ഓനക്ക് അന്നേരം തന്നെ മനസ്സിലാവും സംഗതി ടീപ്പിനെ അന്വേഷിച്ചിട്ട് വന്നതാണ്. അങ്ങനത്തെ തമാശയില്ല. ആ അവസാനം വരെ ഞങ്ങളെ അയാളെ ഒരു ആസന്നമായ സന്ദർഭത്തിൽ പോലും പിന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്ത ബന്ധങ്ങൾ ഞങ്ങൾ നൽകി. അതുപോലെ സുന്നി വിഭാഗത്തിൽ സുന്നികൾ അക്കാലത്തുണ്ടായിരുന്ന സുന്നികൾ ഇപ്പോൾ പലരും പോയി, എല്ലാവരും മരിച്ചു. അന്ന് ഉണ്ടായിരുന്ന ആളുകൾ ഇന്നും എൻ്റെ കൂട്ടുകാരാണ്. ഞങ്ങൾ തമ്മിൽ ചിലത് പരസ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞില്ല എന്ന് നിന്നേക്കും, പക്ഷെ എന്നാലും ആദരവും സ്നേഹവും കണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് ജീവിതത്തിൽ സ്വയം സ്വീകരിച്ച കുറേ കാര്യങ്ങൾ. പിന്നെ എന്നെ വിമർശിക്കുക എന്നുള്ളത് എന്നെ പേടിപ്പെടുത്താൻ ഒരിക്കലും പര്യാപ്തമല്ല. എന്നെ പേടിപ്പിക്കാൻ കഴിയില്ല. അത് ഇന്നും അങ്ങനെ. സാധാരണ ഈ നമ്മൾ സത്യം പറയാതിരിക്കാൻ പലപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഭയം, അവരെ വെറുപ്പിക്കരുത് എന്നുള്ള, അല്ലെങ്കിൽ അവരെ പേടിക്കണം. ഈ രണ്ട് സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ സുഹൃത്തും ബന്ധവും സ്നേഹവും നിലനിർത്തും. ഇപ്പം നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉള്ള കാരണവന്മാരെ ഉമർ മൗലവി മുതൽക്ക് നോക്കി, ഈ ആളുകളൊക്കെ ഇത്ര ചെറുപ്പത്തിൽ സ്നേഹബന്ധമുള്ള മുജാഹിദ് യുവാക്കളിൽ ഞാൻ ഒരു അഭിമാനത്തോടെ ഒരു വെല്ലുവിളി നടത്തിയാൽ, അത് നടത്താനല്ല, ഒരാളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. ഞാൻ ഉമർ മൗലവിൻ്റെ സ്നേഹിതനാണ്. പിന്നെ ഉണ്ണിമുട്ടി മൗലവി, ഏത് ഇപ്പോഴത്തെ ഉണ്ണിമുട്ടി മൗലവി അല്ല, കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ആയിരുന്ന PP ഉണ്ണിമുട്ടി മൗലവി, അബ്ദുൽ ഗഫൂർ മൗലവിയുടെ വാപ്പ. കേരള ജമിയത്ത് നവോത്ഥാന രംഗത്ത് ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയ പണ്ഡിതനാണ്. പുളിക്കലിൽ നരിക്കുത്ത് മുഹമ്മദ് മൗലവി, ആ പണ്ഡിതൻ മൂപ്പര് വലിയ ആ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അവിടെ മുതൽക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലും ശത്രുപക്ഷത്ത് പിന്നെ സുന്നി വിഭാഗത്തിലും ഈ ആളുകളുമായിട്ടൊക്കെ നല്ല ബന്ധം. KP മുമ്പ് ഒരു ഉദാഹരണം പറയാണ്, ഈ അവനവൻ്റെ ജീവിതത്തിൽ അവനവൻ ഈ അഭിമാനിക്കാവുന്ന കാര്യം എടുത്തു പറയുന്നത് ദോഷമൊന്നുമില്ലല്ലോ, അത് പറയാമല്ലോ, മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും അധികം ഞാൻ എന്നെ തന്നെ ബഹുമാനിച്ചൊരു സന്ദർഭമാണ് KP മുഹമ്മദ് മൗലവി എന്നെ വിളിച്ചു. ഞാൻ ISMൻ്റെ പ്രവർത്തകനാണ്, ISMൻ്റെ പ്രവർത്തകനാണ്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, UAE നമ്മുടെ പ്രസ്ഥാനത്തിൽ ഭയങ്കരമായ ഭിന്നിപ്പും പിളർപ്പുമുണ്ട്, ഇടിയാണ്. അത് അന്ന് അബ്ദുള്ള ഫാറൂഖിയും ഈ ഭാഗത്ത് നമ്മുടെ മൊയ്തീൻ മദനിയും ഒക്കെ കൂടിയുള്ള രണ്ട് വിഭാഗം ആളുകൾ തമ്മിൽ ഭയങ്കര ഗ്രൂപ്പിസമായിരുന്നു. അന്ന് ഈ മറ്റു വിഭാഗീയതല്ല, അവിടെ ഈ എല്ലാ എമിറേറ്റിലും ഇത് ബാധിച്ചു, സംഘടനയെ ഭയങ്കരമായി ബാധിച്ചെടുക്കാൻ. അതിൽ മധ്യസ്ഥത വഹിക്കാൻ ഒരു മാസം അവിടെ ക്യാമ്പ് ചെയ്തിട്ട് അത് സുലഹാക്കി വരാൻ KP എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഇന്നും ശരിക്ക് ഒരു കണ്ണീരോടുകൂടെ ഓർക്കുന്ന അഭിമാനം. എന്നെയും എൻ്റെ കൂട്ടുകാരനാരാന്നറിയോ, മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച അവിടുത്തെ അധ്യാപകനായ KM മൗലവിയുടെ മകനായ അബ്ദുൽ സമദ് ഖാത്തിബ്. അദ്ദേഹം എത്രയോ ഉയർന്ന മദീനയിലെ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് എന്നെയുമാണ് അധികാരപ്പെടുത്തത്. ഇത് ഞാൻ എന്തിനു പറഞ്ഞു? ഇപ്പം നിങ്ങളെ ഇതിൽ എനിക്കത് മറച്ചു വെച്ചൂടെ? ഞാൻ പറയാൻ കാരണം KPയുടെ തുടക്കമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ സജീവതയുടെ തുടക്കം. അതിനു മുമ്പ് ആദർശമുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഒക്കെയുണ്ട്. പക്ഷെ ഒരു ജനകീയ പ്രസ്ഥാനമായി ആദർശ രംഗത്ത് ഇതിനെ കൊണ്ടുവന്നത് KPയാണ്.
ആ KP മുതൽക്കുള്ള ആള് ഇവിടെ, മറ്റേ ഭാഗത്ത് നമ്മളെ പണ്ഡിതന്മാരുടെ ഭാഗത്ത് ഉണ്ണിക്കുട്ടി മൗലവി, ഉമർ മൗലവി തുടങ്ങിയിട്ടുള്ള ഉണ്ണിമതിക്കുട്ടി മൗലവി ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ നമ്മളെ സെക്രട്ടറി അല്ല, നമ്മളെ ആവണി, അവരുമായുള്ള ബന്ധം എന്തിനാണ് എന്നെ നിങ്ങൾ ഒരു എന്നെ പഠിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സന്ദർഭത്തിൽ ഞാനൊന്നും മറച്ചു വെക്കണ്ട എന്നുള്ള നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ ഈ ഇടപെടട്ടെ എന്താ വെച്ചാല് ഞാൻ ചോദ്യങ്ങൾ തയ്യാറാക്കിയ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങളായി ഇതിൽ വന്നു പോകുന്നുണ്ട്. അത് അല്ല, അത് രസകരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സംസാരം. അല്ല, അതിൽ ഒരു പ്രശ്നം എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആമുഖമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അതിനോടുള്ള മുഴുവൻ വിയോജിപ്പും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാനത് കേട്ടത്. അതിന്റെ ഒരു പ്രതിപക്ഷ ബഹുമാനോ അത് ഞാൻ ചെയ്യും. പക്ഷെ അതിനോടനുസരിച്ച് എനിക്ക് നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ നിൽക്കണം, തീർച്ചയായിട്ടും. ഞാനും അതിനനുസരിച്ച് നിൽക്കാൻ. ഇവിടെ ഇരിക്കേണ്ടത് വേറെ ആളായിരിക്കണം. അല്ല, ഞാനിങ്ങനെ ആലോചിക്കണേ, അപ്പൊ നമ്മളിപ്പോ ഉസ്താദിന്റെ കൂടെ വാദ പരമ്പരക്ക് പോയി, അപ്പൊ അവിടെ നിൽക്കണം. ചിലപ്പോ ഞാൻ ആ കണക്ഷൻ വിട്ടുപോകും. ഞാൻ തിരിച്ചു വരും. ഞാനങ്ങോട്ട് തിരിച്ചു വരും. നിങ്ങൾ ഓർമ്മപ്പെടുത്തി വേണ്ട ആ കാര്യത്തിൽ ഞാൻ തിരിച്ചു വരും. അപ്പൊ ഇതില് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ പ്രായവ്യത്യാസമില്ലാതെ സൗഹൃദം നിലനിർത്തുക എന്നുള്ളത് ഒരു അമൂല്യമായ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സ്വഭാവം. അവിടെയാണ് നമുക്ക് അംഗീകാരം ഉണ്ടാക്കാൻ, അവിടെയാണ് നമ്മൾ അനുസരണം പഠിക്കുക, ബഹുമാനവും പഠിക്കുക. ഈ രണ്ടിൻ്റെ നടുവിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അവിടെ ഒക്കെ ഒരു വിരക്തിയായിട്ട് ഇങ്ങനെ ഞാൻ അതിൽ നിന്നൊക്കെ അപ്പുറത്താണ് എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഒരു തുറന്നു പറച്ചിൽ ഞാനിവിടെ നടത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. ഞാനും ഇവിടെയും കൃത്രിമ അവതരണമാണെങ്കിൽ ചരിത്രത്തോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും. കാരണം നിങ്ങളിത് കേട്ടത് പലപ്പോഴും ചിലപ്പം നിങ്ങൾ ഉദ്ധരിക്കും, നിങ്ങളിതിന് സംബന്ധിച്ച് പറയും DP പറഞ്ഞതാണ്. അത് ഞാൻ മറച്ചു വെച്ചുകൊണ്ട് എൻ്റെ ഒരു ജാടയല്ല, വസ്തുതയാണ്. ആ വസ്തുതയിലാണ് എൻ്റെ സഞ്ചാരം, എൻ്റെ പഠനം, എൻ്റെ വളർച്ച, എൻ്റെ ബന്ധപ്പെട്ട ആളുകൾ, അവരൊക്കെ അതിൽ വരും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുക്കാം, മറ്റേ നിങ്ങൾക്ക് ഒഴിവാക്കാം, ഒരു പ്രശ്നമില്ല. സമൂഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയാണ്. അതേ അവസരത്തിൽ എൻ്റേത് ഞാൻ പറയാതിരിക്കില്ല, ഒരു വസ്തുത. അത് എവിടെയും അങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എന്നെ ബഹിഷ്കരിച്ചു, ബാപ്പിയും ഈ എല്ലാവരും. ഉമ്മ എന്തായാലും ബഹിഷ്കരിക്കും. ആ സമയം ഈ വഴിത്തിരിവിൻ്റെ സമയം, എൻ്റെ ഖുറാഫാത്തിൽ നിന്നുള്ള അതെങ്ങനെ സംഭവിച്ചു അത് തീർന്ന. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കനോലി കനാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, താനൂരിൽ നിന്ന് കനോലി കനാലിൻ്റെ തീരത്തൂടെ 8 കിലോമീറ്റർ പോയാൽ പറവണ്ണ എത്തും. അവിടെ നടന്ന ഒരു മതപ്രസംഗത്തിൽ വഹാബികളെ കൂക്കാൻ പോയ മുത്തഅല്ലിമീങ്ങളിൽ ഒരാളായിരുന്നു ഞാൻ. ഞങ്ങളെല്ലാവരും പോയി 4 ദിവസം അത് തുടർച്ചയായി കേട്ടു. പറവണ്ണ മൊയ്തീൻകുട്ടി മൗലവി അന്ന് അറിയപ്പെടുന്ന സുന്നി പണ്ഡിതനാണ്, കുറച്ച് നവോത്ഥാന ചിന്തയുണ്ട്. ആ തരത്തിലുള്ള പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ രാത്രി, എന്തിനാണ് പ്രസംഗത്തിന് പോകണത്? വഹാബികളെ പറയുമ്പം അതിന് ജിയേഴ്സ് വിളിക്കാനാണ്. ആ തെക്കുബീർ ചെല്ലാൻ പോയ പാർട്ടിപ്പെട്ട ആളാണ്. അതിന് 4 ദിവസവും വെല്ലുവിളിയാണ്, വഹാബികളെ വെല്ലുവിളി. ആ വെല്ലുവിളി കേട്ട് 4 ദിവസം പ്രഭാഷണം കേട്ടു. നമ്മളെ സുന്നി വിഭാഗത്തിൻ്റെ അന്നത്തെ ആവേശഭരിതരായി. അന്നൊരു വെല്ലുവിളിച്ചിട്ട് ആരും സ്വീകരിക്കാനുണ്ടായില്ല. അതിൽ വഹാബികൾ പരാജയപ്പെട്ടു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആവേശപൂർവ്വം തിരിച്ചു വരുന്ന. ആ 4ാമത്തെ ദിവസം ഇവർ വെല്ലുവിളിച്ചിട്ട് അപ്പം എൻ്റെ മനസ്സിലുണ്ടായി, എന്താണ് ഇത്ര പരസ്യമായി ഒരു വെല്ലുവിളികൾ നടത്തിയിട്ട് ആരും വന്നില്ലല്ലോ, 3 ദിവസവും ആരും വന്നില്ല, അത് പരാജയമല്ലേ, തെറ്റല്ലേ എന്ന് എൻ്റെ മനസ്സിലുണ്ടായി. ഈ വിലയിരുത്തലിൽ അപ്പം 4ാമത്തെ ദിവസം പിന്നെ കുട്ടിക്കലാശ
വഹാബികളെ സംബന്ധിച്ചുള്ള എല്ലാ ഇതും ഇറക്കി. അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു സ്റ്റേജിൽ. സാധാരണ ഇപ്പം ഇന്ത്യയൊക്കെ മാതിരി സാധാരണ ഒരു മനുഷ്യൻ. ആവേശമായി, സദസ്സ് ഒന്നായിട്ട് ശബ്ദമായി. എന്താ സംഭവിക്കുക? എന്താണ്? ഒരു ലെറ്റർ കൊടുത്തു. EK അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്നു എൻ്റെ ഇടയിൽ. അയാൾ അപ്പം ഒരു പുച്ഛത്തോടു കൂടിയുള്ള ഭാവന അതും ഇതൊക്കെ കൂടെ. ഈ ചെറുപ്പക്കാരൻ അവിടുന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ കത്ത് ഇത് പോയിട്ട് ഇതൊരു ലെറ്ററാണ്, അതാണ് പൊളിച്ചിട്ട് അബൂബക്കർ മുസ്ലിയാർ വായിക്കാൻ തുടങ്ങി. ആവേശത്തിൽ വളരെ സൈലൻ്റ് ആയിട്ടൊരു സദസ്സ് കേൾക്കാതെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൊണ്ടുവന്ന എഴുത്ത് എന്താണ്? അത് ഇയാൾ EK വായിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാർക്ക്, കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി MCC അബ്ദുറഹിമാൻ, അസ്സലാമു അലൈക്കും എന്നാണ് അതിൻ്റെ തുടക്കം. ഈ അസ്സലാമു അലൈക്കും എന്ന് വായിച്ചിട്ട് ഇയാളൊന്ന് പരിഹസിച്ചു. പതിൻ്റെ അടുത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും, സലാം അടക്കണോ? വേണ്ട, പിന്നെ വായിക്കാൻ. ഈ ചോദ്യവും ആ ഉത്തരവും ഒന്നാമത്തെ ഒരു മിടിപ്പാണ് എൻ്റെ ഉള്ളിൽ. വളരെ മാന്യമായ ഒരു എഴുത്താണ്. MCC അബ്ദുറഹിമാൻ മൗലവി കൊടുത്തയച്ചൊരു കത്താണ്. അതിൻ്റെ തുടക്കം തന്നെ പരിഹാസത്തോടെ വായിക്കുന്നു. മാന്യമായ സലാമിനെ പരിഹസിക്കുകയാണ്. ഒരു രണ്ടാളും കൂടി അതിന് സലാം മടക്കുന്നില്ല. എന്നിട്ട് മടക്കണോ എന്നൊരു ചോദ്യം, വേണ്ട വായിക്കാൻ മറ്റൊരാൾ പറയലോ. ഇത് ഞാനും എൻ്റെ കൂട്ടുകാരും കേൾക്ക്. അവർക്ക് വേണ്ടി കയ്യടിക്കാൻ പോയ എനിക്ക് അന്നേരം കയ്യടിക്കാൻ തോന്നിയില്ല. ഇത് മാന്യമല്ല ഈ പ്രതികരണം എന്നെനിക്ക് തോന്നി. അതിൽ ഒന്നാമത്തെ ഒരു മിന്നലായിരുന്നു എൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞ് താഴെ വായിക്കുകയാണ്. മാന്യരെ, ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ, അതിൽ കേരള ജമിയത്തുൽ ഉലമയുടെ വീക്ഷണവും കാഴ്ചപ്പാടും ഖുർആനും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വാദപ്രതിവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. പൂനൂരിലെ വാദപ്രതിവാദ നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കണം എന്ന് MCC അബ്ദുറഹിമാൻ പറഞ്ഞിട്ട് ഒരു വളരെ മാന്യമായ ഒരു എഴുത്തായിരുന്നു. ആ എഴുത്തിന് 1/2 മണിക്കൂർ അങ്ങോട്ട് പരിഹസിച്ചു. ഇതുവരെ എവിടെയായിരുന്നു, എവിടെ പോയിരുന്നു, ഈ 4 ദിവസം പറഞ്ഞിട്ട് വന്നില്ല. ഇത് ഒന്നായി ഒരു ഒഴിഞ്ഞുമാറ്റമാണ് എന്ന് ശരിക്കും ഇങ്ങനെ മനസ്സിൽ തോന്നി. ഏതായിരുന്നാലും അത് കഴിഞ്ഞ് തെക്കുബീർ, ഞങ്ങളെ മുത്തലിമീങ്ങൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടല്ലോ. മറ്റൊരു പരാജയപ്പെട്ടു, നമ്മൾ ജയിച്ചു എന്നുള്ള തെക്കുബീർ ചൊല്ലിയിട്ട് അന്ന് അവസാനിപ്പിച്ചു. ഇത് ഒന്നാമത്തെ ഷോക്കാണ്. ഇത് ശരിക്കും ഒരു ഒഴിഞ്ഞുമാറ്റമാണല്ലോ, ശരിയല്ലല്ലോ, അത് പറയേണ്ടതല്ലേ. അതിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. സുന്നികൾ ജയിച്ച് മുജാഹിദുകൾ പരാജയപ്പെട്ട് 4 ദിവസം വന്നില്ല എന്നൊക്കെ. അപ്പോഴാണ് അവിടുത്തെ അടുത്ത ഒരു കട ഉണ്ട്, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഉച്ചഭാഷിണി ശബ്ദം. സഹോദരന്മാരെ, കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ കേരള ജമിയത്തുൽ ഉലമ പ്രതിനിധീകരിക്കുന്ന ആശയങ്ങളെയും ആദർശങ്ങളെയുമെല്ലാം എതിർത്ത് സംസാരിച്ചതിന് വിശദമായി, അതിൻ്റെ ഗണന എത്തണമെന്ന് തോന്നുന്നില്ല, അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഖുർആനും സുന്നത്തും അടിസ്ഥാനത്തിൽ നാളെ മുതൽ ഇവിടെ സെയ്ദ് മൗലവി രണ്ടത്താണിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. അത് മരിച്ചു പോയി. പിന്നീട് എൻ്റെ ഗുരുനാഥനായി വന്ന ഗഫൂർ മൗലവി, PP അബ്ദുൽ ഗഫൂർ മൗലവി ആയിരുന്നു ആ അനൗൺസ്മെൻറ്റ്. അദ്ദേഹത്തെ അന്ന് ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. MCC കൊടുത്തയച്ചാണ് ആ കത്ത്. അപ്പം എൻ്റെ മനസ്സിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത്, അത് കേൾക്കണം. അപ്പോൾ ദർസിൽ നിന്ന് ചാടിപ്പോരാനും ഒളിച്ചു പോരാനൊക്കെ പ്രയാസങ്ങളുണ്ട്. എന്നാലും ഞങ്ങൾ ഒരു 3-4 പേര് എനിക്ക് തീരുമാനിച്ചു. രാത്രി ഒളിച്ചു വന്ന് സെയ്ദ് മൗലവിയുടെ പ്രഭാഷണം, ഇതിൻ്റെ മറുപടി കേൾക്കണമല്ലോ, അത് കേൾക്കാൻ വന്നു.
അതാണ് ജീവിതത്തിൽ വെളിച്ചം നൽകിയത്. അത് ഞാൻ എപ്പോഴും പറയും, എൻ്റെ വഴിത്തിരിവ്, എൻ്റെ മാറ്റം അത് സെയ്ദ് മൗലവിയുടെ പ്രധാനമായി എൻ്റെ ചിന്തയും എൻ്റെ സ്വതന്ത്രമായ വിലയിരുത്തലും സെയ്ദ് മൗലവിയുടെ ഖുർആൻ പാരായണവും തെളിവുകളും തിരിച്ചുകൊണ്ട് വിഷയത്തെ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ 4 ദിവസത്തെ പ്രസംഗം. 4 ദിവസം തുടർച്ചയായ മറുപടി. അത് രാത്രി ഞങ്ങൾ ഒളിച്ചു വരും, ആ ദിവസം ചാടി ഇത് കേൾക്കാൻ വരും. അപ്പോഴേക്ക് ഞാൻ ഒരു മുജാഹിദായി മാറിയിരുന്നു.